നമസ്കാരം. എ സീരീസിൽ സാംസങ് ലോഞ്ച് ചെയ്ത മറ്റൊരു മിഡ് റേഞ്ച് ഫോണാണ് ഗാലക്സി A31. ഇന്ന് നമുക്ക് ഗാലക്സി A31ൻ്റെ മേന്മകളും പോരായ്മകളും എന്തെല്ലാമാണെന്ന് നോക്കാം. M4ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഏപ്രിൽ മാസത്തിലാണ് ഈ ഫോൺ വിപണിയിലെത്തിയത്. ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ ബോക്സിനുള്ളിൽ സിം ഇജക്ടർ ടൂൾ, പേപ്പർ വർക്ക്സ്, പ്രൊട്ടക്റ്റീവ് കേസ്, ഫോൺ എന്നിവ കൂടാതെ അഡാപ്റ്റർ, ഡേറ്റ കേബിൾ, ഹെഡ്ഫോൺ എന്നിവയും കാണാം. ഫോണിൻ്റെ ഡിസൈനിലേക്ക് വന്നാൽ 15.93 സെൻറ്റിമീറ്റർ നീളവും 7.31 സെൻറ്റിമീറ്റർ വീതിയും 0.86 സെൻറ്റിമീറ്റർ കനവുമാണ് ഈ ഫോണിനുള്ളത്. 185 ഗ്രാം ഭാരമുണ്ട്. ഗ്ലാസ് എന്ന് തോന്നിക്കുമെങ്കിലും പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ ബാക്ക് ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഈ ഫോണിനുള്ളത്. ഗാലക്സി A51, A71 ഫോണുകൾക്ക് സമാനമായി പിന്നിൽ വശങ്ങളിലായുള്ള റെക്ടാങ്കുലർ അറയിൽ ഫ്ലാഷും എൽ ഷേപ്പിൽ 4 ക്യാമറയും സ്ഥിതി ചെയ്യുന്നു. പിന്നിൽ താഴ്വശത്തായി സാംസങ് ബ്രാൻഡിങ്ങും കാണാം. ഫോണിൻ്റെ വലതുവശത്ത് പവർ ബട്ടണും വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും, ഇടതുവശത്ത് സിം ട്രേയും കാണാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഫോണിനുള്ളത്. ഇതുമൂലം ഒരേ സമയം 2 സിമ്മും മെമ്മറി കാർഡും ഉപയോഗിക്കാനാകും. മുകൾ വശത്ത് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും താഴ്വശത്ത് 3.5 mm ഹെഡ്ഫോൺ പോർട്ട്, USB Type-C, മൈക്ക്, സ്പീക്കർ ഗ്രിൽ എന്നിവയും കാണാം. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ളത്. സാംസങ് ഇതിന് നൽകിയിരിക്കുന്ന പേര് ഇൻഫിനിറ്റി U ഡിസ്പ്ലേ എന്നാണ്. ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ഉള്ളതായി പല വെബ്സൈറ്റിലും കാണാം. എന്നാൽ ഫോണിന് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഇല്ല. ഫോണിൻ്റെ മുകൾ വശത്ത് മധ്യഭാഗത്ത് സെൽഫി ക്യാമറയും അതിനു മുകളിലായി ഇയർ പീസും സ്ഥിതി ചെയ്യുന്നു. വശങ്ങളിലെ ബെസൽ വളരെ തിന്നാണെങ്കിലും അല്പം വീതിയുള്ള ബോട്ടം ബെസലാണ് ഈ ഫോണിനുള്ളത്. സിംഗിൾ സ്പീക്കർ മാത്രമാണ് ഈ ഫോണിനുള്ളത്. ഒഫീഷ്യൽ IP സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും ഈ ഫോൺ സ്പ്ലാഷ് പ്രൂഫാണ്. FM റേഡിയോ, NFC, ഡോൾബി അറ്റ്മോസ് തുടങ്ങിയ ഫീച്ചേഴ്സും ഈ ഫോണിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ സൂപ്പർ AMOLED സ്ക്രീൻ തന്നെയാണ് ഹൈലൈറ്റ്. ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുള്ള 6.4 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ളത്. ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി 411 ppi-യും ആസ്പെക്ട് റേഷ്യോ 20:9, സ്ക്രീൻ ടു ബോഡി റേഷ്യോ 84.9%. കളർ ആക്യുറസിയിലും കോൺട്രാസ്റ്റിലും വ്യൂയിങ് ആംഗിളിലുമെല്ലാം ഈ ഫോൺ മികച്ചു നിൽക്കുന്നു. വൈറ്റ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉള്ളതിനാൽ ആമസോൺ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ HD വീഡിയോസ് പ്ലേബാക്ക് ചെയ്യാൻ കഴിയും. ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്കും വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ MediaTek Helio P65 ചിപ്സെറ്റാണ് ഈ ഫോണിലുള്ളത്. ഇത് 12 നാനോമീറ്റർ ചിപ്സെറ്റാണ്. 2 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയ 2 Cortex A75 കോറും 1.7 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയ 6 Cortex A55 കോറും അടങ്ങുന്ന ഒക്ടാ കോർ ചിപ്സെറ്റാണിത്. ഗ്രാഫിക്സിനു വേണ്ടി Mali G52 GPU ഉപയോഗിച്ചിരിക്കുന്നു. ഗെയിം ബൂസ്റ്റർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് സമ്മാനിക്കുന്നു. ഗെയിമിംഗ് എക്സ്പീരിയൻസ് പരിശോധിച്ചാൽ HD+ ഹൈ ഗ്രാഫിക്സിലും സ്മൂത്ത് പ്ലസ് അൾട്രാ ഗ്രാഫിക്സിലും വരെ മാത്രമാണ് ഈ ഫോണിൽ PUBG ഗെയിം കളിക്കാനാവുക. 2 മണിക്കൂർ PUBG ഗെയിം കളിക്കുമ്പോൾ 30% ബാറ്ററി ഡ്രെയിൻ ആകുന്നു. AnTuTu ബെഞ്ച്മാർക്ക് സ്കോറിൽ ഗാലക്സി A51ന് പിന്നിലാണ് ഈ ഫോണിൻ്റെ സ്ഥാനം. എന്നിരുന്നാലും ആപ്സ് ഓപ്പണിംഗ് സ്പീഡിൽ പലപ്പോഴും A31 A51നെ അപേക്ഷിച്ച് മികച്ചു നിൽക്കുന്നു. LPDDR4X റാമും eMMC 5.1 സ്റ്റോറേജുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ One UI 2.1 സ്കിന്നോട് കൂടിയ Android 10 ആണ് ഇതിലുള്ളത്. പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് നിങ്ങൾക്ക് ഫോണിൽ കാണാൻ കഴിയും. ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ f2.2 അപ്പേർച്ചർ 20 MB ക്യാമറയാണ് മുന്നിൽ. പിന്നിൽ f2.0 അപ്പേർച്ചർ 48 MB മെയിൻ സെൻസറും 123 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള f2.2 അപ്പേർച്ചർ 8 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും f2.4 അപ്പേർച്ചർ 5 MB മാക്രോ ലെൻസും കൂടാതെ f2.4 അപ്പേർച്ചർ 5 MB ഡെപ്ത് സെൻസറും അടങ്ങിയ കോഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിലുള്ളത്. 48 MB മെയിൻ ക്യാമറയിൽ എടുക്കുന്ന ഇമേജസ് പിക്സൽ ബിന്നിംഗ് ടെക്നോളജി ഉപയോഗിച്ച് മികവുറ്റ 12 MB ഫോട്ടോ ഔട്ട്പുട്ട് സമ്മാനിക്കുന്നു. മെയിൻ ക്യാമറയിൽ എടുക്കുന്ന ഇമേജസിൽ എന്ന പോലെ വൈഡ് ആംഗിൾ ഫോട്ടോസിലും പോർട്രേറ്റ് ഫോട്ടോസിലും ഈ ഫോൺ മികച്ചു നിൽക്കുന്നു. സൗണ്ട് റെക്കോർഡിങ്ങിലും മികവ് പുലർത്തുന്നു. സീൻ ഒപ്റ്റിമൈസർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ സീൻ ഡിറ്റക്ട് ചെയ്ത് എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, വൈറ്റ് ബാലൻസ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്ത് മികവുറ്റ ഫോട്ടോ ഔട്ട്പുട്ട് സമ്മാനിക്കുന്നു. ലോ ലൈറ്റ് ഫോട്ടോസ് നോയ്സി ആണെന്നതും ഡെഡിക്കേറ്റഡ് നൈറ്റ് മോഡ് ഇല്ല എന്നതും പോരായ്മയാണ്. വീഡിയോഗ്രാഫിയിലേക്ക് വന്നാൽ ഈ ഫോണിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യില്ല. 60 FPS 1080p വീഡിയോ റെക്കോർഡിങ്ങും ഈ ഫോണിൽ സാധ്യമാകില്ല.
30 FPS-ൽ 1080p വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാകുന്ന ഈ ഫോണിൽ വീഡിയോ റെക്കോർഡിങ്ങിന് EIS സപ്പോർട്ടില്ല. വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചും 30 FPS-ൽ 1080p വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാകും. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 5000 mAh ആണ്. 15 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് ഫോണിനൊപ്പം ലഭിക്കുന്നത്. ഏകദേശം 9 മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം ലഭിക്കുന്ന ഈ ഫോൺ 0 മുതൽ 100% വരെ ചാർജാകാൻ 2 മണിക്കൂർ 20 മിനിറ്റ് വേണ്ടിവരും. പ്രിസം ക്രഷ് ബ്ലാക്ക്, പ്രിസം ക്രഷ് ബ്ലൂ, പ്രിസം ക്രഷ് സിൽവർ എന്നിങ്ങനെ 3 കളർ വേരിയന്റിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന സാംസങ് ഗാലക്സി A31 6GB RAM 128GB സ്റ്റോറേജ് വേരിയന്റ് മാത്രമാണുള്ളത്. 21,000 രൂപയാണ് വില. ഇനി ഈ ഫോണിൻ്റെ മേന്മകൾ നോക്കുകയാണെങ്കിൽ AMOLED സ്ക്രീൻ തന്നെയാണ് ഈ ഫോണിൻ്റെ പ്രധാന മേന്മ. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഫോൺ മികച്ച ബാറ്ററി ബാക്കപ്പ് സമ്മാനിക്കുന്നു. NFC, ഡോൾബി അറ്റ്മോസ്, FM റേഡിയോ എന്നിവയാണ് മറ്റു മേന്മകൾ. ഇനി ഈ ഫോണിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വില തന്നെയാണ് പ്രധാന പോരായ്മ. മീഡിയാടെക് ഹീലിയോ P65 ചിപ്സെറ്റിനേക്കാൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ചിപ്സെറ്റുള്ള പല ഫോണുകൾക്കും ഇതിലും വിലക്കുറവാണ്. ഈ ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായും നിങ്ങളെ നിരാശപ്പെടുത്തും. നൈറ്റ് മോഡ്, 4K വീഡിയോ റെക്കോർഡിംഗ്, സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ്, സൂപ്പർ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ്, ഹൈപ്പർ ലാപ്സ് വീഡിയോ റെക്കോർഡിംഗ്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നീ ഫീച്ചേഴ്സ് ഈ ഫോണിൽ അവൈലബിൾ അല്ല. കേവലം 13,000 രൂപ വിലയുള്ള ഗാലക്സി M21-ൽ പോലും ഇത്തരം ഫീച്ചേഴ്സ് ഉണ്ടെന്നിരിക്കെ 20,000 രൂപയിലധികം വിലയുള്ള ഈ ഫോണിൽ ഈ ഫീച്ചേഴ്സ് ഇല്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു. ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ, UFS സ്റ്റോറേജ് എന്നീ ഫീച്ചേഴ്സ് ഇല്ലാത്തതും പോരായ്മയാണ്. ഗെയിമിംഗ്, വ്ളോഗിംഗ് എന്നിവയ്ക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ഫോണേയല്ല. എന്നാൽ നെറ്റ് ബ്രൗസിംഗ്, സോഷ്യൽ മീഡിയ യൂസേജ് എന്നിങ്ങനെ നോർമൽ പെർഫോമൻസിൽ ഈ ഫോൺ മികവ് പുലർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.